എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാതിരിയാണ്. ചെറുപ്പം തൊട്ടേ എനിക്കൊരു 15 വയസ്സ് തൊട്ടേ ചോദിക്കുന്നതാണ് എൻ്റെ ചേച്ചിയാണോ എൻ്റെ ചേട്ടനാണോ. അതേമാതിരിയാണ് നമ്മൾ ഫ്രണ്ട്സുമാരിയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അതേമാതിരി അമ്മ നമുക്ക് വേണ്ടി ഒബാമേനെ ഒരു വിളിക്കുന്ന അച്ഛൻ എപ്പോഴും പറയും. അപ്പം അങ്ങനെയുള്ള ഒരു അമ്മേൻ്റെയും അച്ഛൻ്റെയും മോളായിട്ട് ജനിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. മുത്തച്ഛൻ്റെയും അമ്മൂമ്മേൻ്റെയും കയ്യിൽ നിന്ന് അമ്മയ്ക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണ്? അത് അമ്മ എങ്ങനെയാണ് അമ്മേൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്? മകളെ ഇടയ്ക്ക് പത്മജ അനുജിത്തി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നു, എന്നെ പരിചയപ്പെടുത്തി. എനിക്ക് ഇപ്പോഴും പരിചയപ്പെടുത്തി. ആദ്യം എന്നോട് പറഞ്ഞു അനുജത്തി എന്ന് പറഞ്ഞു, സന്തൂർ സോപ്പിന്റെ. അതെ അതെ. അത് കഴിഞ്ഞ് പറഞ്ഞു അല്ല മകളെ കേട്ടോ. അല്ല മോളെ, അമ്മയുടെ ശരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഭക്ഷണം. അമ്മ എങ്ങനെയായിരുന്നു, എണീറ്റ് തൊട്ട് രാവിലെ ആകുമ്പോൾ കാണാൻ ഓരോരുത്തരെ ഭക്ഷണം കഴിപ്പിക്കാൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കുക്കിംഗ് വലിയ വശമൊന്നുമില്ല. RCCയിലേക്ക് ഒരു 10 പാർച്ച, മെഡിക്കോളിലേക്ക് ഒരു 3 പാർച്ച, അവിടുന്ന് ക്ലിഫോസിൽ പോകും. ക്യാൻസറിന്റെ കിടന്ന ഭക്ഷണം അവിടുന്നാണ്. ഒരു രോഗികൾക്കുള്ള റൂമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. കാരണം മാളയെന്നും തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വരുന്ന പേഷ്യൻസ്. അമ്മയ്ക്ക് ഇതാ പണി, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തെങ്കിൽ അത് കഴിയുമ്പോൾ ഒരു 10-15 പേര് ഭക്ഷണം കഴിക്കാനുണ്ടാവും. അമ്മയുടെ ജീവിതം, അമ്മയുടെ ആരോഗ്യം പോലും അമ്മ നോക്കാതെ ഇരുന്നത് ഈ ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ നടന്ന് സ്വന്തം ആരോഗ്യം നോക്കിയില്ല. അച്ഛനേക്കാളും സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടം അമ്മോടായിരുന്നു. അതെ അതെ. എനിക്ക് തോന്നുന്നു അമ്മയുടെ സാന്നിധ്യത്തിൽ വരുമ്പോഴാണ് അവരെ കുറച്ചും കൂടി വളരെ അമ്മയെ എല്ലാവരും അമ്മയായിട്ട് കണ്ടത്. അതെ അതെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ മരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാളിങ്ങനെ ചുമരുമ്പോൾ മുഖം പൊത്തി കരയണം. നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് VM സുധീരൻ. കാരണം കുട്ടി മറ്റേ അവിടെ അന്ന് അച്ഛൻ്റെ കൂടെയായിരുന്നു. ഒരിടയ്ക്കാണല്ലോ തെറ്റിപ്പോയത്. അപ്പോൾ തൃശ്ശൂർ പൂന്നത്തെ വീട്ടിൽ രാത്രി വരെ അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് ഇറങ്ങാൻ പോകുമ്പോൾ അമ്മ നിർബന്ധിച്ച് പിടിച്ച് ഇരുത്തുന്ന രംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വീട്ടിൽ നിങ്ങൾക്ക് വേറെ ഭക്ഷണം ഉണ്ടാവും, എന്നാലും നീ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പം അമ്മ എന്നാ വിളിച്ചിരുന്ന പോലും. അപ്പം എനിക്ക് എത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത് അമ്മ മരിച്ച സമയത്താണ്. ഞാൻ നോക്കുമ്പോൾ ചുമരുമ്പോൾ ഇങ്ങനെ മുഖം പൊത്തി കരയണ ആള്. അച്ഛനേക്കാളും അറ്റാച്ച്മെന്റ് അവർക്കൊക്കെ അമ്മയുടെ അടുത്തായിരുന്നു കൂടുതൽ. അമ്മ അതേസമയം മറ്റു കാര്യങ്ങൾ ഇടപെട്ടിരുന്നില്ല. അമ്മയ്ക്ക് രാഷ്ട്രീയം അറിയില്ല. നയനാർ സാർ എന്നെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോ അച്ഛനെങ്ങനെ സ്വീകരിക്കാൻ ചെല്ലുമ്പോ പറയും, ഞാൻ നിങ്ങളെ കാണാനല്ല ഓറെ കാണാനാണ്. അങ്ങനെ അറിയാം. അത് വേറെ തമാശ ഇവിടെ ഉണ്ട്. ഇങ്ങനെ അച്ഛൻ ഇലക്ഷൻ തോറ്റ് എല്ലാവരും സങ്കടപ്പെട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അമ്മ അപ്പൊ പ്രതിപക്ഷ നേതാവെന്നുള്ള ഷൂറാണ്. അപ്പൊ കണ്ടോൺമെന്റ് ഹൗസിൽ പോകും. അപ്പൊ അമ്മയുടെ ഫസ്റ്റ് ചോദ്യമാണ്, അല്ല ക്ലിഫ് ഹൗസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ വിചാരിച്ചു അമ്മയ്ക്ക് ആദ്യമായിട്ട് രാഷ്ട്രീയ ബോധം ഉണ്ടെന്ന്. ഓ നീ വിഷമിക്കൊന്നും വേണ്ട, തോറ്റയില് നമ്മൾ എന്തായാലും ഇനിയിപ്പോ അടുത്തൊരു വരവ് വരുന്ന ഇപ്പൊ ഉടനെ അമ്മ പറയാ, അല്ല ഈ 10-15 ദിവസം കൊണ്ട് ക്ലിഫ് ഹൗസ് മാറണ്ടേ, വേണം അല്ല നമ്മുടെ പശുക്കളൊക്കെ എവിടെ കൊണ്ട് കെട്ടുന്നത്. സിമ്പിളാണ് അമ്മ. അച്ഛൻ എന്നെ ചിരിച്ചു പോയി. തോറ്റേനെ ഇടയ്ക്കാണ് അമ്മയുടെ അമ്മയ്ക്ക് 5-6 പശുണ്ട്. കാരണം മക്കളെ എന്തായാലും കൂടെ ഒന്ന് പാൽ കുടിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അമ്മ അത് നെയ്യൊക്കെ ആക്കി കുറെ മുരളിയേട്ടന് കൊടുത്തയക്കും. എനിക്ക് ഇതൊക്കെയാണ് അമ്മയുടെ ജോലികള്. ബാക്കി രാഷ്ട്രീയം എന്താന്ന് നമുക്ക് അറിയില്ല. ഞാൻ എസെൻഷ്യലി ഒരു ഔട്ട്സൈഡറാണ്. ഐ എം എ വർക്കിംഗ് പ്രൊഫഷണൽ, ലിവ്ഡ് അബ്രോഡ് ഓൾ മൈ ലൈഫ്. എനിക്ക് ആദ്യത്തെ ഇംപ്രഷൻ ഫ്രം ദം വാസ് ദി എസെൻഷ്യൽ സിംപ്ലിസിറ്റി. അങ്കിളുടെയും ആൻറ്റിയുടെയും ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പബ്ലിക് ഫേസ് ആൻഡ് ദ പ്രൈവറ്റ് ഫേസ് was significant. It was quite simple, very appealing, and that is what drew me in first, to them. എനിക്ക് ചോദിക്കാനുള്ള question, how do they accommodate someone like myself whose political, social viewpoints are often completely different from what they stand for, but they still seem to accommodate it with ഒരുപാട് സ്നേഹം, lots of love and ഒരു can do attitude. അതെങ്ങനെയാണ്? മരുമകനാണ്. മരുമകൻ നല്ല ജിമ്മിലൊക്കെ പോകുന്ന ആളാണ്. അതൊക്കെ ട്രെഡ്മില്ലൊക്കെ ചെയ്ത് ഭയങ്കര മലയാളത്തിൽ കമ്മിയാന്നല്ലോ. അപ്പം ആളൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അപ്പൊ ഞാൻ കല്യാണത്തിന് മുമ്പ് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ആളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തന്നെ VS-ന്റെ. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, ഓ ശരി മരുമകൻ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല. ഒന്നാമത്തെ രാഷ്ട്രീയം വീട്ടിൽ പറയില്ല. അപ്പൊ തമാശക്കാണ് ഞങ്ങളുടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയം പറയാം. അത് പറയുമ്പോൾ ഞാനും മരുമകനും ഭയങ്കരമായിട്ട് കോർക്കും. അപ്പൊ പിന്നെ പറഞ്ഞൊരു ഭയങ്കര ലവിങ് നേച്ചറാണ് ആള്. അവസാനം പറയും എനിക്ക് വിട്ടു തന്നോന്ന് പറയും. ഇപ്പൊ പിന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറി. ഇപ്പൊ നമ്മളെയൊക്കെ കണ്ടിട്ടായിരിക്കും. എന്നാലും പറയും, നിങ്ങളുടെ ആൾക്കാരൊന്നും ശരിയല്ല, അമ്മയ്ക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് അമ്മേനെ എന്തിനാ മാറ്റി നിർത്തുന്നത്, ഇത് വേറെ പാർട്ടിയിലാണെന്ന് എന്ത് അംഗീകാരം കിട്ടിയാന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറയും, എന്റെ അച്ഛൻ പോയിട്ട് പോലും ഞാൻ കോൺഗ്രസ് പോയിട്ടില്ല, നീ ആയിട്ട് എന്നെ കോൺഗ്രസ് പറഞ്ഞേക്കണ്ട. വരട്ടെ.
അമ്മയ്ക്ക് ജീവിതത്തിൽ കുറേ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ജീവിതത്തിൽ അതിലേക്ക് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. അമ്മയുടെ മനസ്സിൽ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി തോന്നിയ ഒരു അനുഭവം എന്താണെന്ന് ഒന്ന് പറയാമോ? അങ്ങനെ ചോദിക്കാനാണെങ്കിൽ മകന്റെ കല്യാണം ജനുവരിയിലാണ്. ജനുവരിയിലായിരിക്കും. എല്ലാം ഉറപ്പിച്ചോ? ഏകദേശം. പ്രതിശ്രുത വധുവാരാണ്. അല്ല, അതിങ്ങനെ നമ്മൾ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. ഇല്ല. പ്രണയവിവാഹമാണോ? അല്ല. അത് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഞങ്ങൾക്ക് ജാതകമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും ചേരാണ്ടിരിക്കുമ്പോ ഞാൻ പറയും, മോനെ എങ്കിൽ നീ പോയി കണ്ടുപിടിക്കേ. അല്ല, അക്കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫോർവേഡാണ്. കാരണം എന്റെ മോളുടെ കല്യാണം തീരുമാനിക്കുന്നതിന് മുമ്പ് മോളെ വിളിച്ച് ചോദിച്ചു, മോളെ നിനക്ക് വല്ല അങ്ങനെ വല്ല. കാരണം അച്ഛൻ എൻ്റെ അടുത്ത് എത്രയോ കൊല്ലം പോയി ചോദിച്ച ചോദ്യമാണ്. കാരണം എൻ്റെ കല്യാണം തീരുമാനിച്ചപ്പോൾ അമ്മോട് ചോദിച്ചാൽ പറഞ്ഞു, ഇപ്പോഴത്തെ പെൺപിള്ളേരാണ്, ചോദിച്ചു നോക്ക്, വല്ലതും മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം ഈ പോലീസുകാരും പട്ടാളത്തിന്റെ ഇടയിൽ ഇരിക്കണം, നമുക്ക് പ്രേമിക്കാനായിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ പോലീസുകാർ, അങ്ങോട്ട് നിൽക്കുമ്പോൾ പോലീസുകാർ. അതേമാതിരി തന്നെ ഞാൻ എൻ്റെ മോളോടും ചോദിച്ചു.